നമസ്കാരം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി താഴെ രേഖപ്പെടുത്തുകയും വേണം. സപ്പോർട്ട് ചെയ്യുകയും വേണം. മറ്റുള്ളവർക്ക് ഇത് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് നമ്മുടെ ഭരണകർത്താക്കൾക്ക്, പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ നമ്മുടെ ജനപ്രതിനിധികളെല്ലാം ഇത് കണ്ടു എന്ന് ഉറപ്പുവരുത്തണം. നമുക്കറിയാം, വയനാടിൽ നേരത്തെ പുത്തുമല കവളപ്പാറ ഒരു ദുരന്തമുണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിയത്, അതിൻ്റെ ബാക്കി പത്രം ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്കറിയാം. ഇതിനിടയിലാണ് കഴിഞ്ഞ ഏകദേശം 4.5 മാസം മുമ്പ് മുണ്ടക്കയിലും ചൂരൽമലയിലും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. 100 കണക്കിന് ആൾക്കാരാണ് അതിൽ മരണപ്പെട്ടത്. അതിലേറെ ആൾക്കാർ ഭവനരഹിതരായി, അവരുടെ തൊഴിലിടങ്ങളും അതുപോലെ മറ്റ് വസ്തുവകകളും എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലായി. 4.5 മാസത്തിന് ശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് പുനരധിവാസ പ്രവർത്തനം നടക്കാത്തത്? അതിന് ഫണ്ട് ഇല്ലാത്തത് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണോ? കേരള സർക്കാർ പരിഗണിക്കാത്തതാണോ? പ്രതിപക്ഷം മിണ്ടാത്തത് എന്ത്? എത്ര രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത്? എത്ര രൂപ നമുക്കുണ്ട്? അത് തികയുമോ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വയനാട് ലാൻഡ് സ്ലൈഡിന് ശേഷം, മുണ്ടക്കൈ ചൂരൽമല ലാൻഡ് സ്ലൈഡിന് ശേഷം ഏകദേശം ദിവസങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാടിന്റെ പുനരധിവാസ സഹായത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു. ഏതാണ്ട് അതേ സമയം തന്നെ കർണാടക സർക്കാരുകൾ ഉൾപ്പെടെ മറ്റ് സർക്കാരുകൾ ഉൾപ്പെടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മത, രാഷ്ട്രീയ, സാമൂഹിക, സന്നദ്ധ സംഘടനകളടക്കം ചില വ്യക്തികളുമൊക്കെ അടക്കം വയനാട്ടിലെ ഈ പറഞ്ഞ ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതിയും കൊണ്ട് വരികയും ചെയ്തു, വാഗ്ദാനമായി വരികയും ചെയ്തു. അപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം കണ്ടെത്തി കൊടുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, മറ്റു വൈദ്യുതീകരണം, റോഡ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. അതിനുള്ള പണം കണ്ടെത്തിയാൽ മതിയാവും. അപ്പോൾ അത്തരത്തിൽ ഒരു സൗകര്യം ഒത്തു വന്നതിന് ശേഷം 4.5 മാസത്തിന് ഇപ്പുറം എന്താണ് സംഭവിച്ചത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. 4.5 മാസത്തിന് ഇപ്പുറം നമ്മൾ നോക്കിയാൽ ഏതാനും പേർക്ക് വാടക ഇനത്തിൽ കുറച്ച് പണവും ഉപജീവനത്തിന് വേണ്ടി 9,000 രൂപ വീടൊന്നുക്ക്, അതായത് ഒരു വീട്ടിൽ 2 പേർക്ക് 300 രൂപ വീതം അങ്ങനെ ഏതാനും പേർക്കും കൊടുത്തു എന്നതിലുപരി മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. അവരുടെ പുനരധിവാസത്തിന്, വീട് വെക്കുന്നതിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനോ മറ്റോ ഒന്നും നടന്നിട്ടില്ല. നിലവിൽ ഒരു ടൗൺഷിപ്പായി ഇതിനെ നിലനിർത്തണമെന്നും ഒരുമിച്ച് അവരെ നിലനിർത്തണം എന്നുള്ള പിടിവാശി കാരണം തുടക്കത്തിൽ അതും വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരത് ആവശ്യമുണ്ടായിപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അവർ പിന്മാറിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും സർക്കാരിൽ നിന്നും പിന്മാറാതെ നിൽക്കുകയാണ്. കേന്ദ്രത്തോട് ചോദിച്ചത് 2,000 കോടി രൂപയാണ്. പ്രാഥമികമായി ഒരു കണക്ക് തയ്യാറാക്കി 2,000 കോടി രൂപ ഉണ്ടെങ്കിലേ വയനാടിന്റെ പുനരധിവാസം സാധ്യമാകൂ, വയനാട്ടുകാർക്ക് ഇനി ഒരു ഉപജീവന മാർഗം പറ്റുള്ളൂ, അവരുടെ വീട് വെച്ച് താമസിപ്പിക്കണമെങ്കിൽ 2,000 കോടി വേണം എന്നാണ് സർക്കാർ പറഞ്ഞത്. സത്യത്തിൽ ഇത് വയനാടിനെ മറക്കാനുള്ള, വയനാടിനെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്, മലയാളികൾക്ക് മനസ്സിലാകുന്നത്. കാരണം കേന്ദ്രത്തെ നിരന്തരം കുറ്റം പറയുന്നു, കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നു എന്നതിലുപരി വയനാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം 600 കോടിയിലധികം രൂപ വയനാടിന് വേണ്ടി മാത്രം സർക്കാരിന്റെ ഖജനാവിൽ ഇപ്പോൾ ഉണ്ട്. അത് മറ്റെവിടേക്കും വിനിയോഗിക്കേണ്ട ആവശ്യമില്ല. വയനാടിന് മാത്രമായി മലയാളികൾ കൊടുത്തതാണ്. അങ്ങനെ വന്ന പണം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പണത്തിന്റെ കണക്ക് കോടതി ചോദിച്ചപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ പറയാം എന്നൊക്കെ മുടന്ന ന്യായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം 600 കോടി രൂപയിലധികം, 650 കോടിയിലധികം രൂപ വയനാടിന് വേണ്ടി അവിടെ ഉണ്ട് എന്നുള്ളത്. ഈ പണം മതിയാകുമോ വയനാടിന്റെ പുനരധിവാസത്തിന്? അതുപോലെ കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ പുനർനിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറയുമല്ലോ. അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ എന്താണ് ഇവിടെ കേന്ദ്രം പറയുന്നത്? കേരളം വിവരങ്ങളെല്ലാം അറിയിക്കാൻ വൈകി എന്നാണ്. അവിടെയും ഉണ്ടൊരു കുഴപ്പം. ഏകദേശം 1 മാസം മുമ്പ് നവംബറിൽ തന്നെ കൃത്യമായുള്ള വിവരം അറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കേരളം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കേന്ദ്രം ഇതുവരെ 1 മാസം കഴിഞ്ഞിട്ടും അതിലൊരു തീരുമാനമെടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ 4.5 മാസത്തിൽ 3 മാസം കേരളം വൈകിച്ചിട്ടുണ്ടെങ്കിലും ആ 3 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കേന്ദ്രം മുതലൊരു തീരുമാനം എടുക്കേണ്ടതാണ്. അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ച് കേരള സർക്കാർ എന്തെങ്കിലും ചെയ്യും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിൽ നമ്മുടെ കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ
സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. വയനാടിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വയനാട് ഈ പറഞ്ഞ മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ഭരണസമിതിയാണ്, കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ടുള്ള ഭരണസമിതിയാണ്. വയനാടിന്റെ MP കൂടി കോൺഗ്രസിന്റെ MP ആണ്. ചുരുക്കം പറഞ്ഞാൽ വയനാട് കോൺഗ്രസിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തിന്റെ അവസ്ഥയാണ് ഇത്രയും പരിതാപകരമായി കിടക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആരാണ് ഇതൊന്ന് പരിഹരിക്കുക? ഇത് പരിഹരിക്കാൻ എത്ര പണം വേണം എന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാർ സർക്കാരിന് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. വയനാട് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചതിന് ശേഷം, മുണ്ടക്കൈ ചൂരൽമല ലാൻഡ് സ്ലൈഡ് സംഭവിച്ചതിന് ശേഷം കർണാടക സർക്കാർ, തമിഴ്നാട് സർക്കാർ അടക്കം കേരളത്തിന് സഹായഹസ്തവുമായി വന്നിരുന്നു. വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ, അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. അതുപോലെ സന്നദ്ധ സംഘടനകൾ, മത സംഘടനകൾ, മതങ്ങൾ, അതുപോലെ മറ്റ് വ്യക്തികൾ, സാംസ്കാരിക സംഘടനകൾ, ഇവരൊക്കെ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവരുടെ വീടുകളുടെ മുഴുവൻ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലും ഇരട്ടിയിലധികം ഉണ്ടാകും. അതായത് നമുക്കൊരു1000 വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള കണക്കിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1000 വീട് നിർമ്മിച്ചു കൊടുക്കണം, 1000 പേര് വേണം. 1000 പേർക്ക് ഒരു പക്ഷേ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിലവിൽ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ചാരെ താമസിച്ചിരുന്ന, നിലവിൽ നഷ്ടങ്ങൾ സംഭവിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്കും അവിടെ ഇനി ഒരു താമസം സാധ്യമല്ല. അവരെയും പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അവരെയും കൂടെ ചേർത്ത് നമ്മൾ 1000 വീട് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോയിൽ ഞാനത് കണക്ക് നോക്കുമ്പോൾ എത്രയാണ് നമുക്ക് ചെലവ് വരുന്നത് എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം, വയനാടിന്റെ പശ്ചാത്തലത്തിൽ 10 സെന്റ് സ്ഥലം, ഒരാൾക്ക് വീട് വെച്ച് താമസിക്കാൻ 10 സെന്റ് സ്ഥലം കണ്ടെത്താൻ പരമാവധി 15 ലക്ഷം രൂപ മതി. ഞാൻ ടൗണിൽ വലിയ റേഞ്ചുള്ള സ്ഥലത്ത് വാങ്ങുന്നതിന്റെ കാര്യമല്ല പറയുന്നത്. താമസ സ്ഥലത്തിന് അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലം വാങ്ങാൻ 10 സെന്റ് സ്ഥലം 15 ലക്ഷം രൂപയ്ക്ക് വയനാട്ടിൽ കിട്ടും. ഒരു ടൗൺഷിപ്പ് എന്നത് കണക്ക് കൂട്ടാതെ ഈ വൈകിയ വേളയിൽ 4.5 മാസം കഴിഞ്ഞ ശേഷം ഇനി ടൗൺഷിപ്പ് സാധ്യമല്ല എന്നത് വസ്തുതയായിരിക്കെ, ഇതൊരു വസ്തുതയാണ്. 15 ലക്ഷം രൂപ വീതം സ്ഥലം വാങ്ങാനായി നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുക. അവർ സ്ഥലം വാങ്ങിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങിക്കോട്ടെ. അതായത് സുരക്ഷിതമായ സ്ഥലത്ത്, അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ എവിടെയാണ് താമസിക്കുന്നത് അതിനനുസരിച്ച് അവർ 15 ലക്ഷം രൂപയ്ക്ക് 10 സെന്റ് സ്ഥലമോ 5 സെന്റ് സ്ഥലമോ എത്രയാന്ന് വെച്ചാൽ അവർ വാങ്ങിക്കോട്ടെ. അപ്പോൾ അവർക്ക് സ്ഥലം വാങ്ങാനായി ഒരു 15 ലക്ഷം രൂപ കൊടുക്കുക. അതുപോലെ വീട് വെക്കാനായി സർക്കാർ ചെലവിൽ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 ലക്ഷം രൂപ വീടിനും ചെലവഴിക്കാൻ നോക്കുക. 25 ലക്ഷം രൂപ. സർക്കാരിന്റെ 4 ലക്ഷം രൂപ വരെ വീടൊന്നും പറ്റില്ല. അവർ നല്ല വീടിലാണ് താമസിച്ചു വന്നത്, നല്ല സൗകര്യത്തിലാണ് താമസിച്ചു വന്നിരുന്നത്. അതേ സൗകര്യത്തിൽ തന്നെ അവർക്ക് ജീവിക്കേണ്ടതുണ്ട്. അത്രത്തോളം അംഗങ്ങളുമുണ്ട്. 3-ാം ദിവസം ചോർന്നൊലിക്കുന്ന പുത്തുമലയിലും കവളപ്പാറയിലും ഉണ്ടാക്കി കൊടുത്ത ആ വീട് മതിയാകില്ല അവർക്ക് മഴയും വെയിലും ഏൽക്കാതെ സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് താഴെ അഭിമാനക്ഷീതം ഉള്ളവരായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല വീട് എന്നതുകൊണ്ട് അവരെ മാന്യമായി ജീവിക്കാൻ മിനിമം ഒരു 25 ലക്ഷം രൂപ വീടിന് അനുവദിക്കുക. പോരാത്ത അവർ കൂട്ടിക്കോട്ടെ. ഇനി അവർക്കുണ്ടെങ്കിൽ അവർ കൂട്ടി 30, 35, 40 ലക്ഷം രൂപയുടെ വീട് അവിടെ ഉണ്ടായിക്കോട്ടെ. അത് സർക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ 15 ലക്ഷം രൂപ സ്ഥലത്തിനും 25 ലക്ഷം രൂപ വീടിനും കൂടി ചെലവഴിച്ചാൽ 40 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന്, വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കേണ്ട സാഹചര്യമുള്ള കുടുംബത്തിന്. വീട് നഷ്ടപ്പെട്ടത് മാത്രമല്ല, നഷ്ടപ്പെട്ടതിന്റെ അടുത്തുള്ള മറ്റുള്ളവർക്കും താമസിക്കേണ്ട സൗകര്യമുണ്ട്. അപ്പോൾ 40 ലക്ഷം രൂപ വീതം 1000 കുടുംബങ്ങൾക്ക് കൊടുത്താൽ എത്ര രൂപ വരും? 400 കോടി രൂപ മതി ഇങ്ങനെ 1000 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട്. 400 കോടി. 650 കോടി രൂപ ഇവിടെ ബാക്കിയുണ്ട്, അതിലധികം ബാക്കിയുണ്ട്. അതിൽ 400 കോടി രൂപ എടുത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിൽ ചെലവഴിച്ചാൽ തന്നെ 1000 കുടുംബങ്ങൾ സുഖമായി അവർ വീട് വെച്ച് സ്വന്തമായി അവർ താമസിച്ചു കൊള്ളും. ആ മേഖലയിലേക്ക് തിരിയേണ്ട ആവശ്യമില്ല. അതായത് പുറത്തു നിന്നൊരു ഫണ്ടിന്റെ ആവശ്യമില്ല ഈ 1000 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി. പിന്നെ അതിൽ 250 കോടി രൂപ ബാക്കിയുണ്ടാവും. ആ 250 കോടി രൂപ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ, റോഡുകളുടെ വികസനത്തിന് മറ്റും കൃത്യമായി വിനിയോഗിച്ചാൽ, പുട്ടടിക്കാതെയാണ് ഞാൻ പറയുന്നത്, കൃത്യമായി വിനിയോഗിച്ചാൽ വയനാടിന്റെ പുനരധിവാസത്തിന് ഈ 650 കോടി രൂപ മതിയാകും എന്ന് തെളിയും. ഇനി ഒന്നും കൂടി കടന്ന് ചിന്തിക്കാം. ഇവിടെ സന്നദ്ധ സംഘടനകൾ ചിലരൊക്കെ, അതുപോലെ ചില വ്യക്തികളൊക്കെ സർക്കാരിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ സ്വന്തം നിലയിൽ സ്ഥലം എടുത്തുകൊണ്ട് അവർ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ചില വീടുകളൊക്കെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ഥലം എടുത്ത് വീട് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പോലും പല സംഘടനകളും പറയുന്നുണ്ട്. അനുവദിച്ച നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പലരും സംസാരിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ.
അത്രയധികം നമ്മൾ മോശമാകേണ്ട, സർക്കാർ സ്ഥലം കൊടുക്കാം എന്ന് ചിന്തിക്കുക. 15 ലക്ഷം രൂപ സ്ഥലം എടുക്കാൻ വിട്ടുകൊടുക്കുക, വീടുണ്ടാക്കി കൊടുക്കണ്ട. 1000-ലധികം വീടുകൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള വാഗ്ദാനങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ 15 ലക്ഷം രൂപ വീതം കൊടുത്താൽ 1000 വീടുകാർക്ക് 15 ലക്ഷം കൊടുത്താൽ എത്ര വരും? 150 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് സ്ഥലം വാങ്ങാനുള്ള പണം കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ 500 കോടി രൂപ ബാക്കിയുണ്ടാവും. ആ 500 കോടി രൂപ എടുത്ത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചൂടെ? റോഡ് കൈകാര്യം ചെയ്തൂടെ? അവിടെ മറ്റ് ആശുപത്രികളോ അതല്ലെങ്കിൽ മറ്റ് വായനശാലകളോ PHSCകളോ മറ്റ് സ്ഥാപനങ്ങളോ പഞ്ചായത്ത് ഓഫീസോ വില്ലേജ് ഓഫീസോ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കെട്ടാനുണ്ടെങ്കിൽ അതൊക്കെ മുഴുവൻ സ്ഥാപനങ്ങളും പഴയതുപോലെ ആക്കാൻ, അല്ലെങ്കിൽ പുതിയത് നിർമ്മിച്ച് ഒരു ടൗൺഷിപ്പ് പോലെ സെറ്റ് ചെയ്യാൻ. ജനങ്ങൾക്ക് താമസിക്കാനല്ലേ ടൗൺഷിപ്പ് പറ്റാതെ ഉള്ളൂ. പക്ഷെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമല പോലെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്ന സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, അതൊക്കെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഒരു ടൗൺഷിപ്പ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പണം ഉപയോഗിച്ചൂടെ? 500 കോടി രൂപ ഉണ്ടല്ലോ. വീട് നിർമ്മാണം സന്നദ്ധ സംഘടന ഏൽപ്പിക്ക്. ഈ 15 ലക്ഷം രൂപ അർഹരായ മുഴുവൻ ആൾക്കാർക്കും അവരെ അക്കൗണ്ടിലേക്ക് സ്ഥലം വാങ്ങാനായി ഇട്ട് കൊടുക്ക്. അത് മറ്റൊരാവശ്യത്തിനും, ലോണിന്റെ തിരിച്ചടവിനോ മറ്റാര്യങ്ങൾക്കോ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശത്തോടുകൂടി ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശന നിബന്ധനയോടെ അവർക്ക് ആ പണം കൊടുത്താൽ അവർക്ക് അത് സ്ഥലമായി മാറും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ സ്ഥലം കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഓണർക്ക് അവർക്ക് മാറാൻ തക്കവണ്ണം ചെക്ക് കൊടുത്താൽ മതി, അവർ മാറിക്കോട്ടെ. അപ്പൊ ഇവരെ അത് ബാധിക്കുന്നില്ലല്ലോ. അങ്ങനെ 15 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനായിട്ട് വിട്ടുകൊടുത്താൽ തന്നെ അതിനുള്ള പണം മതി. 150 കോടി രൂപയ്ക്ക് നമുക്ക് വയനാടിന്റെ പുനരധിവാസം പൂർത്തിയാകും. ബാക്കിയുള്ള വൈദ്യുതീകരണത്തിനും ടെലിഫോൺ മറ്റ് മേഖലകളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി 500 കോടി രൂപ ബാക്കിയുണ്ടാവും, ടൗൺഷിപ്പിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി. അതായത് ഇവിടെ എല്ലാം സാധ്യമാണ്. നമ്മൾ ആരൊക്കെയോ കാത്തിരിക്കുകയാണ്, നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ്. കേന്ദ്ര സഹായം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുകയാണ്, കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. കയ്യിലുള്ള പണം തൊടുന്നില്ല. വയനാടിന് വേണ്ടി മാത്രമായി വന്ന പണമാണ്. ആ ഒന്നും ചെയ്യുന്നില്ല. സത്യത്തിൽ വെറും 150 കോടി രൂപ ഉണ്ടെങ്കിൽ വയനാടിന്റെ പ്രശ്നം തീരും. 650 കോടി രൂപ കയ്യിലുണ്ട്, 500 കോടി രൂപ ഏറെയുണ്ട്. എന്നിട്ടും വയനാടിനെ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ആരാണ് വയനാടിനെ ഈ കോലത്തിൽ ഇട്ടേക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്? എന്തിനാണ് അവിടെ ഒരു ഭരണപക്ഷം, അതുപോലെ കേരളത്തിൽ ഒരു പ്രതിപക്ഷം? എന്തിനാണ് ഇവിടെ മറ്റൊരു സർക്കാർ? അതുപോലെ മറ്റുള്ളവർക്ക് എന്തിനാണ്? ഇവിടുത്തെ യൂണിയനുകളും മറ്റൊക്കെ ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? വയനാടിനെ കുറിച്ച് കണ്ണുനീരൊഴുക്കാത്തവരില്ല. വയനാടിനെ കുറിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആവശ്യത്തിലധികം പണം ഉണ്ടായിട്ടും ആ പണം എന്തുകൊണ്ടാണ് എടുത്ത് വിനിയോഗിക്കാത്തത്? സർക്കാർ ഉണ്ടാക്കി കൊടുക്കുമെന്ന് കരുതണ്ട. സർക്കാർ ഉണ്ടാക്കി കൊടുക്കുകയും വേണ്ട. സർക്കാർ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റേയില്ല. കാരണം അത് പുത്തുമലയിലും കവളപ്പാറയിലും നമ്മൾ കണ്ടതാണ്. അന്ന് ഉണ്ടാക്കി കൊടുത്ത വീടുകൾ മഴയത്തും വേനലിലും വെയിലത്തും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചട്ടക്കൂടുകളല്ല അവർക്ക് വേണ്ടത്, വീടുകളാണ്. ആ വീടുകൾ അവർ തന്നെ നിർമ്മിക്കട്ടെ. അവരൊരു വീട്ടിൽ താമസിച്ചിരുന്നാണല്ലോ, അവർ ഇഷ്ടപ്പെട്ട മോഡലുകളിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുണ്ടാക്കട്ടെ. സർക്കാർ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കാനൊന്നും വേണ്ട. ആ ഓരോരുത്തരും സങ്കല്പമുണ്ട്. അവർ അവരുടെ സങ്കല്പത്തിൽ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. ആർക്കാണ് അതിന് തടസ്സം? അതിന് അനുയോജ്യമായ വിധത്തിൽ ഇവിടെ സന്നദ്ധ സംഘടനകളും മറ്റ് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളും മറ്റുള്ളവരുമൊക്കെ, അതിൽ DYFI അടക്കമുണ്ട്, മുഴുവൻ ആൾക്കാരും അത് ഉണ്ടാക്കി കൊടുത്തോളും. ഉണ്ടാക്കി കൊടുത്താൽ അവരതനുസരിച്ച് ജീവിച്ചോളും. അതല്ലേ നല്ലത്? ഇനി എന്തിനാണ് ഇത് വെച്ച് നീട്ടുന്നത്? ഒന്ന് പരിഹരിച്ചു കൊടുത്തൂടെ? വയനാട്ടുകാരുടെ ദുരന്തം ഒന്ന് തീർത്തു കൊടുത്തൂടെ? Different angles. Don't forget to subscribe and support this channel.